ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ മാസ്റ്റർ പറഞ്ഞു കേട്ടോ, എൻ്റെ ചിന്തയിലുള്ള ഒന്നൊരു കാര്യം, ശരിക്ക് കഴുകൻ കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കും അല്ലേ. പക്ഷേ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു എന്ന് പറയുന്നത് നമ്മൾ പലരും ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ എന്താണ്? വിശ്വാസത്തിലേക്ക് കടന്നു വന്നു, യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, യേശുക്രിസ്തുവിൻ്റെ കൂടെ ഇരിക്കുന്നതെന്ന് പറയാൻ നമുക്ക് പലർക്കും പറക്കുന്നതിനോട് ഒരു താല്പര്യമൊന്നുമില്ല അല്ലേ. അല്ലേ, അത് ചിന്തിച്ച് നോക്കിയേ. എല്ലാം അറിഞ്ഞു, എല്ലാം കേട്ടു, എല്ലാം വന്നു അല്ലേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്തുകൊണ്ടാണ് നമ്മളെ മറക്കാത്തതിന് കാര്യം? അപ്പനും അമ്മയും മറന്നാലും ഞാൻ നിന്നെ മറക്കുകയല്ല എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലേ. എന്താണ് ഇതിന് വലിയ കാര്യമുള്ളത്? അമ്മയ്ക്കുണ്ടാകുന്ന വേദനയെക്കാളും കൂടുതൽ അനുഭവിച്ച് തന്റെ സ്വന്തം രക്തം നൽകി നമ്മളെ വിലയ്ക്ക് മേടിച്ചതല്ലേ. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു മറക്കുകയാകുന്നത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ യാത്ര, ഇന്നത്തെ നമ്മുടെ ചിന്താഗതി, ഇന്നത്തെ നമ്മുടെ പോക്കൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ മിക്കവാറും ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല കൊഴുത്ത് ചീർത്ത് ചിറകൊന്നും ഇട്ട് ഉയരാൻ വയ്യാതെ തളർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് അല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നറിയാമോ? നീ ഒരിക്കലും പറക്കരുത് എന്ന് ആർക്ക് ആഗ്രഹമുണ്ട്? ആര് വാതുക്കൽ കിടക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്? അവൻ വാതുക്കൽ കിടക്കുവാണ്. നമ്മളായിട്ട് അവസരം ഉണ്ടാക്കി കൊടുത്തല്ലേ, അവൻ അവസരം ഉണ്ടാക്കി തന്ന് നമ്മളിങ്ങനെ ചീർപ്പിച്ച് വെച്ചിരിക്കുക. നമ്മൾ ഒരു കാലത്തും പറക്കാൻ പാടില്ല. പറഞ്ഞെങ്കിലല്ലേ ശത്രു വരുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ പാടുള്ളൂ. നമ്മൾ ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല എന്ന് ആരാഗ്രഹിക്കുന്നു? ദുഷ്ടൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മുടെ ചിന്തയോ, ദൈവം നമ്മളെ സമ്പൽ സമൃദ്ധിയിൽ പറക്കുമൊന്നും വേണ്ട, നീ അവിടെ ഇരുന്നാൽ മതി എന്നുള്ള രീതിയിൽ ഇരുത്തിയിരിക്കുന്ന ചിന്തയിലാണ് നമ്മളിരിക്കുന്നത് അല്ലേ. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ബിനോയ് പ്രബോധിപ്പിച്ച പോലെ നമ്മൾ എന്തിനെയാണ് കാണുന്നത്? നമ്മൾ കാണാത്തതിനെ കുറിച്ച് നോക്കിയിരിക്കുന്നവരല്ല, അതിനെ കാക്ഷിച്ചിരിക്കുന്നവരാണ് നമ്മളെന്നാ പറയുന്നത് അല്ലേ. ശരിക്കും കാക്ഷിച്ചിരിക്കുന്നവരാണോ നമ്മൾ? കാക്ഷിച്ചിരിക്കുന്നവരാണ് എങ്കിൽ നമ്മൾ കഴുകിനെ പോലെ പറന്നുയരും. നമ്മൾ പക്ഷേ കഴുകൻ കുഞ്ഞുങ്ങളാണ്. നമ്മൾ കഴുകുന്നത്ര ആയിട്ടില്ല. അത്രയും പൊക്കത്തി കഴുകൻ സാധാരണ പറയുന്നത് എല്ലാ പക്ഷികൾ പറക്കുന്നതിനേക്കാളും ഏറ്റവും ഉയരത്തിലാണ് കഴുകൻ പറക്കുന്നത് അല്ലേ. നമ്മളുടെ ചിന്താഗതി എന്താണ്? ഞാൻ കുഞ്ഞു കഴുകനാണ്, കുഞ്ഞു കഴുകനാണ്, എനിക്ക് ഇഷ്ടംപോലെ പ്രൊഫഷൻ. കാര്യം കഴുകൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പരുന്ത് പിടിക്കുന്ന പോലെ, ഒരു കാക്ക പിടിക്കുന്ന പോലെയാണ് ഫുഡിന് ഭക്ഷണത്തെ ഉണ്ടാക്കുന്നതാണോ? അങ്ങനെയാണോ? അല്ലല്ലോ. കഴുകാൻ റാഞ്ചുക എന്ന് പറഞ്ഞാൽ ആനയെ വരെ റാഞ്ചാൻ കഴിവുള്ള ആളാണ് കഴുകൻ എന്നാ പറയുന്നത് അല്ലേ. എന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അവന്റെ കുഞ്ഞിന് കൊടുക്കുന്ന ഫുഡ് തന്നെ ഫുഡായിരിക്കും. നമ്മളാ ഫുഡെല്ലാം കഴിച്ച് തിമിർത്ത് ചിറക് പോലും അനക്കാൻ വയ്യാതിരിക്കുകയാണ്. അപ്പൊ എന്താ കുഴപ്പം വരുന്നതെന്ന് അറിയാമോ? പണ്ട് ഏതെന്തോട്ടത്തിൽ നടന്ന അതേ സംഭവം നടക്കും. ആള് പതിയെ കയറി വരും, പഴം കാണിക്കും, നമ്മൾ കഴിക്കുകയും ചെയ്യും. നമുക്ക് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുടെ ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും. ആമേൻ. ഇത് നമ്മൾ പല ആവർത്തി കേട്ടിട്ടുള്ളതും പലരും പ്രസംഗിച്ചിട്ടുള്ളതും അല്ലേ. എന്തുകൊണ്ടാണ് വീണ്ടും ഇങ്ങനൊരു വചനം നമ്മൾ കേൾക്കുന്നത് അല്ലെ, വീണ്ടും ഇങ്ങനൊരു കാര്യം നമ്മൾ ഗ്രഹിക്കുന്നതിന് കാരണം എന്താണ്? പ്രസാദമുള്ള യാഗമായിട്ട് നമ്മുടെ ശരീരങ്ങളെ അർപ്പിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ആരെ പോലെ ആകുള്ളൂ? കഴുകനെ പോലെ പറന്നു വരാൻ നമുക്ക് പറ്റുള്ളൂ അല്ലെ. നമ്മുടെ ചിന്ത എങ്ങനെയാണ്? നമ്മുടെ ശരീരം നമുക്ക് എങ്ങനെയാണ് തന്നിരിക്കുന്നത്? നമ്മളെ എങ്ങനെയാണ് ബുദ്ധിയുള്ള ആരാധനയായിട്ടാണോ നമ്മൾ നമ്മുടെ ശരീരങ്ങളെ നമ്മളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ ആരാധിക്കുന്നത്? നമ്മൾ എന്തിലാശ്രയിച്ചാണ് നമ്മൾ ആരാധിക്കുന്നത്? നമ്മുടെ ശരീരങ്ങളെ എങ്ങനെ നമ്മൾ സമർപ്പിക്കണം? പറഞ്ഞാൽ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ളവരായി. എങ്ങനെയാണ് നമ്മൾ ജീവനുള്ളവരായത്? ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ളവരായിട്ട് നമ്മുടെ ശരീരം
നമ്മളുടെ ഉള്ളിൽ നിൽക്കുന്ന ജീവൻ ആരുടേതാണ്? അതാണ് കഴിഞ്ഞ ആഴ്ച ബിനോയ് പറഞ്ഞത്, കാണാത്തതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞത്. എന്നിൽ നിൽക്കുന്ന ജീവൻ എന്റെ യേശുക്രിസ്തു എന്ന ദാനമാണ്, എന്റെ യേശുവിന്റെ രക്തമാണ് എന്ന ബോധ്യമുള്ളവർക്കേ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമായിട്ട് ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് അർപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലേ? എന്റെ ചിന്ത അല്ലെ, എന്റെ പ്രവൃത്തി, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ദൈവത്തിന് വിശുദ്ധമായിട്ടാകണം എന്ന ചിന്തയുള്ളവർ എങ്ങനെയുള്ളവരായിരിക്കും? നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച ക്രിസ്തുവിനെ അവന് തന്നെ ആയിരിക്കുന്നവരായിരിക്കും, അല്ലെ? എപ്പോഴും യേശുക്രിസ്തുവിലുള്ളവർക്ക് എന്തില്ലാന്നാ പറയുന്നത്? കാര്യം എന്താണ്? അവന് പാവമില്ല. കാര്യം അവന്റെ ചിന്ത എപ്പോഴും എന്താണ്? ഞാൻ എന്റെ ശരീരത്തെ എങ്ങനെ വിശുദ്ധിയിൽ കാക്കണം, ഞാൻ എന്റെ പ്രവൃത്തികളെ എങ്ങനെ വിശുദ്ധിയിൽ കാക്കണം, ഞാൻ എന്റെ നാവിനെ എങ്ങനെ വിശുദ്ധിയിൽ കാക്കണം, എന്റെ പ്രവൃത്തികളെ ഞാൻ എങ്ങനെ വിശുദ്ധിയിൽ കാക്കണം. കാര്യം അവനൊരു ബോധ്യമുണ്ട്, ഞാൻ ആയിരിക്കുന്നത് കർത്താവായ യേശുവിന്റെ കൂട്ടായ്മയിലാണ്, അവനോടുകൂടിയാണ് നടക്കുന്നത്. അവനെ നമുക്കിതൊന്നും അറിയാത്തവരൊന്നും അല്ലല്ലേ? നമ്മളിതൊക്കെ ഈ വചനം അറിയാത്തവരല്ലോ ആണോ? നമ്മൾ ഈ വചനം അറിയാത്തവരൊന്നും അല്ല. നമ്മൾ ഈ വചനം അറിയാവുന്നവരായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ തടിച്ചു കൊടുത്ത് കഴിയാൻ കുഞ്ഞിനെ പോലാന്ന് പറഞ്ഞത്. നമ്മൾ വചനം അറിയാത്തവരാണ് എങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. അധികം കിട്ടിയവരോട് കൂടുതൽ ചോദിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് എല്ലാ ഞായറാഴ്ചയും ഇവിടെ വരികയും നല്ല നല്ല ദൂതുകൾക്ക്, ദൂത് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടേണ്ട ദൂത്? നമുക്ക് രോഗശാന്തി കിട്ടുമെന്നോ അല്ലെ രോഗശാന്തി വരം കിട്ടും. നമ്മളെ സംബന്ധിച്ച് രോഗശാന്തി വേണം നമുക്ക് ആഗ്രഹം. പക്ഷെ നമുക്ക് എന്താണ്? രോഗശാന്തി വരം വേണമെന്ന് ആഗ്രഹമുള്ളവരാണല്ലേ? ഞാൻ കൈവെക്കുന്നവരൊക്കെ സുഖം പ്രാപിക്കണം, അല്ലെ? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതം വിട്ടു പോകണം. ഈ വരമൊക്കെ കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരാണ് നമ്മളല്ലേ, അല്ലേ? ശരിക്കും അങ്ങനെയല്ലേ? അല്ലാതെ എന്റെ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ശരിക്കും ജീവിക്കണം എന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? വിശ്വാസ സമൂഹത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ എന്റെ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടിയാണ് നിൽക്കുന്നത്, ആ രീതിയിൽ നിൽക്കണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? ഞാൻ പണ്ട് പറഞ്ഞതാണ്, നേരത്തെ പറഞ്ഞതാണ്. ഇപ്പം നേരത്തെ ഈ ചാത്തൻ സേവ എന്നൊരു സംഭവം ഉണ്ടായിരുന്നു, അല്ലേ? തൃശ്ശൂർ ഒരു ഫേമസ് മഠം ഉണ്ടായിരുന്നു, ജോലി കിട്ടാൻ വേണ്ടി, അതുപോലെ തന്നെ ബിസിനസ് അഭിവൃദ്ധിക്ക് വേണ്ടി. ആ ചാത്തമഠത്തിൽ പോയി നമ്മൾ അവർക്ക് എന്താ കോഴി എന്തോ സേവ എന്തോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് അഭിവൃദ്ധി പ്രാപിക്കുമെന്നായിരുന്നു. ഒരിടയ്ക്ക് ഈ പത്രത്തിലൊക്കെ അതിന്റെ പരസ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ആ പരസ്യം ഒന്നും കാണാറില്ല. കാര്യം എന്താണെന്നറിയോ? ആ പണി ബന്ധിക്കോസാർ ഏറ്റെടുത്തേക്ക. എന്താണ് പറയുന്നത്? നിന്റെ ബിസിനസിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള കൺവെൻഷൻ, രോഗശാന്തിക്ക് വേണ്ടിയുള്ള കൺവെൻഷൻ, നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും വേണ്ടിയുള്ള കൺവെൻഷൻ. ശരിക്കും ആലോചിച്ച് നോക്കിയേ. ഞാനിത് ശരിക്കും കേട്ടത് ഞാനിങ്ങനെ യാത്രയിലായിരിക്കുമ്പോൾ ഇങ്ങനെ വചനം കേൾക്കുന്നത്, യൂട്യൂബിനകത്തൊക്കെ വചനങ്ങള് ഓരോ പാസ്റ്റർമാർ പറഞ്ഞു, അങ്ങനെ കേട്ടതിൽ നിന്നാണ് ഞാനിത് കേട്ടത്. ശരിക്കും ഞാനും അപ്പൊ ആലോചിച്ചു, ശരിയല്ലേ എന്ന് വിചാരിച്ചു. നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണോ നമ്മൾ പറയുന്നത്? നിന്റെ ജീവന്, നിന്റെ ശരീരങ്ങളെ എങ്ങനെ അർപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ളത്. ഇങ്ങനെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ളതായിട്ടാണ് നീ സമർപ്പിക്കുന്നത് എങ്കിൽ നിന്നിൽ നിന്ന് ഉണ്ടാകേണ്ടത്, നിന്നിൽ നിന്ന് വരേണ്ടത്, നീ ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെയൊന്നും അല്ല. നിനക്ക് വേണ്ടി ജീവൻ തന്ന ആരാന്നുള്ള ബോധ്യം നിനക്ക് ആദ്യമേ ഉണ്ടാവണം, വേണ്ടേ? ആരാണ് എനിക്ക് വേണ്ടി ജീവൻ തന്നത്? എനിക്ക് വേണ്ടി ജീവൻ തന്നത് സകലത്തിനെ സൃഷ്ടിച്ച്, ഒരു വാക്കുകൊണ്ട് സകലത്തിനെ സൃഷ്ടിച്ച ദൈവമാണ് എനിക്ക് വേണ്ടി ജീവൻ. ആ ചിന്ത എൻ്റെ ഉള്ളിൽ ആദ്യമേ ഉണ്ടാവണം. എന്തിനു വേണ്ടിയാണ് എനിക്ക് തന്നത്? തന്റെ സ്വന്തം ജനത്തെ. നമുക്ക് സെക്കരിയാവിന്റെ പുസ്തകം 13:1 സെക്കരിയാവ് പറയുന്നു. അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും. ആമേൻ. എന്നാളിലാണ് ഈ ഉറവ് തുറന്നിരിക്കുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്. നമുക്കറിയാത്തവരാണോ? പക്ഷെ പ്രിയ ദൈവമക്കളെ, നമുക്ക് വേണ്ടി എന്ന് തുറന്നു? 2000 വർഷം മുമ്പ് നമുക്ക് വേണ്ടി തുറന്നു ആ ഉറവ്, അല്ലേ? ഇപ്പോഴും ജെറുസലേമും ദാവീദ് ഗൃഹവും എല്ലാം എന്തിനു വേണ്ടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്?
ആ ഉറവിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഉറവ് നമുക്ക് വേണ്ടി തുറക്കുകയും ആ ഉറവയിൽ നിന്ന് കുടിച്ചവരുമായിരിക്കുന്നവർ, സെക്രട്ടറി 13 അത് കുടിച്ചവരുമായിരിക്കുന്നവരാണ് നമ്മള്, അല്ലെ? അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ, കാര്യം നിന്റെ ശരീരം എങ്ങനെയാകുന്നു, നിന്റെ ശരീരം നല്ലതായെങ്കിൽ നിന്റെ പണി എങ്ങനെ ഇരിക്കുന്നു? ആര് ശോധന ചെയ്യും? കർത്താവ് ശോധന ചെയ്യല്ലേ. നിന്റെ പണി നല്ലതാണ് എങ്കിൽ നീ എവിടെ ചെല്ലും? നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന, നമുക്ക് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ 10-ാം വാക്യം. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. ആമേൻ. നമ്മൾ എങ്ങനെയുള്ളവരാണ്? എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടവരാണ്? ആരുടെ കൈപ്പണി? നമുക്ക് വേണം പറയാം. നേരത്തെ നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെ ഒരു ജനലുണ്ടായിരുന്നു, അല്ലേ? അത് മാറ്റിയിട്ടിപ്പം ഇതിങ്ങനെ അവരത് ചെയ്തു, ഇതെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇതൊരാളുടെ കൈപ്പണിയാണ്, അല്ലേ? അപ്പം ദൈവമക്കളെ, നമ്മൾ ആരുടെ കൈപ്പണിയാണ്? നമ്മുടെ പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു തച്ചന്റെ, അല്ലേ, കൈപ്പണിയാണെന്നുള്ള ആ ചിന്തയാണ് നമുക്ക് പലപ്പോഴും ഉള്ളത്. നമ്മൾ ആരുടെ കൈപ്പണി ആയിരിക്കുന്നു എന്ന് ബോധ്യമുള്ളവരാണ് എങ്കിൽ തന്റെ ജീവനെ വിശുദ്ധിയോട്, തങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ളതായിട്ട് തന്നെ സമർപ്പിക്കും. പക്ഷെ നമ്മളുടെ ചിന്ത, ഞാൻ പറയുമ്പോൾ എന്റെ പപ്പായ ആയിരിക്കുന്നതെന്ന് പറയും, അല്ലേ? അപ്പം പപ്പായുടെ കൈപ്പണിയാണ് ഞാൻ, അല്ലേ, എന്നല്ലേ നമ്മൾ പറയുള്ളൂ. പക്ഷെ പലപ്പോഴും ദൈവമക്കൾ എന്ന് പറയുന്നത് നമ്മള് പലരുടെയും കൈപ്പണിയാന്ന് പലരും പറയും, അല്ലേ? ഇല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കി. ബിനോയ് ഓഫീസിലിരിക്കുമ്പം, ഓഫീസില് ലോകപരമായിട്ട് ചിന്തിക്കുമ്പം അവരെന്നാ പറയുന്നത്? ആരുടെ കൈപ്പണിയാന്ന് പറയും? ദൈവത്തിന്റെ കൈപ്പണിയാന്ന് പറയുമോ? യേശുവിന്റെ കൈപ്പണിയാന്ന് പറയുമോ? നീ എവിടെയായിരുന്നാലും ശരിക്കും നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോൾ മാത്രമാണ് നമ്മളെന്തുള്ളത്? ജീവനും വിശുദ്ധിയും സൽപ്രവൃത്തിയായിട്ട് നമ്മുടെ ശരീരങ്ങളെ കാണുന്നത്. പക്ഷെ അങ്ങനെയാണോ ആകാൻ പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് നിന്നെ ആരാൽ നിന്നെ പണിതിരിക്കുന്നു എന്ന ബോധ്യം നിനക്ക് ഉണ്ടായിരിക്കണം. നീ എങ്ങനെയുള്ളവനാണ്? നിന്നെ ആരുടെ വില കൊടുത്ത്, യേശുക്രിസ്തുവിന്റെ വില കൊടുത്ത്, യേശുക്രിസ്തുവിന്റെ രക്തം വില കൊടുത്ത് നിന്നെ മേടിച്ചിരിക്കുകയാണ്. ഇനി നീ അതുകൊണ്ട് നിന്റെ സ്വന്തമല്ല, നീ ആരുടെ സ്വന്തമാണ്? യേശുവിന്റെ സ്വന്തമാണ്. യേശുവിന്റെ സ്വന്തമാണ് എങ്കിൽ നീ തീർച്ചയായിട്ടും നിന്റെ ശരീരത്തെ ഇങ്ങനെ തന്നെ കൊണ്ടുപോകാൻ പാടുള്ളൂ. അതിൽ നിന്ന് നീ മാറുന്ന സമയത്ത് നീ കർത്താവിൽ നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന ഉറവയിൽ നിന്ന് നീ മാറുന്നു. ആ വെള്ളം കുടിക്കുന്നതിന് പകരം നീ ലോകത്തിൻ്റെതായ വെള്ളം നീ കുടിക്കുന്നു. അത് കുടിക്കുമ്പോഴാണ് നിന്റെ ശരീരത്തില് ശരിയല്ലേ? നമ്മളിപ്പം നല്ല മഴക്കാലത്താണ് എല്ലാവർക്കും ഈ കോളറ, വയറിളക്കം, അങ്ങനെയുള്ള ഓരോ അസുഖങ്ങൾ വരുന്നത്. എന്തുകൊണ്ടാണ്? നമ്മളെല്ലാം കുടിക്കുന്ന വെള്ളം എവിടെ നിന്നാണ്? ഈ ആലുവപ്പുഴയിൽ നിന്ന് വെള്ളമാണ്, അല്ലേ? അതെടുത്ത് ശുദ്ധീകരിക്കുന്ന എന്തെങ്കിലും വിഷയം വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് വരുന്നത്? നമുക്ക് നമ്മുടെ ശരീരം ചിലപ്പം വെള്ളം കുടിച്ചതിന്റെ പേരിൽ നമുക്ക് പനി പിടിക്കാം, വയറിളക്കം പിടിക്കാം, പല പ്രശ്നങ്ങളും. എന്തുകൊണ്ടാണ്? നീ കുടിക്കുന്ന വെള്ളത്തിനകത്ത് മാലിന്യം കലർന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലേ? അല്ലേ? ശരിയല്ലേ? അപ്പം ഞാൻ കുടിക്കേണ്ട ഉറവ ആരിൽ നിന്നായിരിക്കണം? യേശുക്രിസ്തുവിൽ നിന്നായിരിക്കണം. ഞാൻ യേശുക്രിസ്തുവിൽ നിന്നുള്ള ഉറവയിൽ നിന്നുള്ള വെള്ളം ഞാൻ കുടിക്കുന്നുവെങ്കിൽ എൻ്റെ പ്രവൃത്തി, എൻ്റെ ശരീരം, എൻ്റെ ചിന്തകള്, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എല്ലാം ഞാൻ ആരെക്കുറിച്ച് ചിന്തിക്കും? യേശുക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കും. എപ്പോഴും യേശുക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല എന്ന് കർത്താവ് പറഞ്ഞതിനകത്ത് നിന്ന് എനിക്കൊരു കാര്യം പറഞ്ഞാൽ, അങ്ങനെയാണ് എല്ലാവർക്കും ശിക്ഷാവിധി ഉണ്ടാവും, അല്ലേ? ശരിയല്ലേ പാസ്റ്റർ? അല്ലേ? എപ്പോഴും യേശുക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല എന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മുടെ സമൂഹത്തെ എടുത്തു കഴിഞ്ഞാൽ, അല്ല, ഒന്ന് ആലോചിച്ച് നോക്കി. ശിക്ഷാവിധി 1
കർത്താവായ യേശുക്രിസ്തു മേഘത്തിൽ വന്ന് എടുക്കപ്പെടുന്നവർക്ക് പിന്നെന്താണ്? രണ്ടാം മരണമില്ല അല്ലേ? നമ്മൾ എടുക്കപ്പെടുവോ? നമ്മുടെ ശരീരം ഇങ്ങനെ നമ്മൾ വിശുദ്ധിയും ജീവനും സൽപ്രവൃത്തിയും ആയിട്ട് സൂക്ഷിക്കുന്നുണ്ടോ? കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരുമ്പോൾ എല്ലാവരും കേട്ടിട്ട് ചാടിക്കറി ബസ് വരുമ്പോൾ ട്രിവാൻഡ്രം ബസ് വന്ന് കയറിക്കെന്ന് പറഞ്ഞത് നമ്മളെ കയറ്റി വിടുകയെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്? ഞാൻ വരുമ്പോൾ എങ്ങനെയാ പറഞ്ഞേ? രണ്ടുപേരും കിടന്നുറങ്ങും, ഒരുത്തൻ എടുക്കപ്പെടും. രണ്ടുപേരും പേരയുടെ മുകളിലായിരിക്കും, ഒരുത്തൻ എടുക്കപ്പെടും. രണ്ടുപേരും വയലിലായിരിക്കും, ഒരുത്തൻ എടുക്കപ്പെടും. ഇത് മറ്റവനും കേൾക്കുന്നില്ല ഈ സൗണ്ട്. രണ്ടുപേര് നിൽക്കുമ്പോഴാണ് ഒരുത്തൻ എടുക്കപ്പെടുന്നത്. അപ്പൊ രണ്ടുപേരും കേട്ടെങ്കിൽ രണ്ടുപേരും പോവുകയല്ലായിരുന്നു. നീ നിന്റെ ശരീരത്തെ ജീവൻ, ആരുടെ ജീവൻ? യേശുക്രിസ്തുവിന്റെ ജീവൻ. ആരുടെ വിശുദ്ധി? യേശുക്രിസ്തുവിന്റെ വിശുദ്ധി. ആരുടെ സൽപ്രവർത്തികള്? യേശുവിന്റെ സൽപ്രവർത്തികള്. ഇങ്ങനെ നീ സൂക്ഷിച്ചു കഴിഞ്ഞാല് നീ എടുക്കും. ഇല്ല എങ്കിൽ ഞാനിവിടെ ഞായറാഴ്ച ആരാധിക്ക് ഒരു പാസ്റ്ററെ കാണുന്നില്ല. വിളിക്കും, ഫോണിൽ വിളിക്കും, പാസ്റ്റർ ഫോണ് റിങ് ആവുന്നില്ല. ആലോചിക്ക് കർത്താവായ യേശുക്രിസ്തു പാസ്റ്ററെ എടുത്തോണ്ട് പോയി, ഞാനില്ല. പ്രിയ മക്കളെ, നമ്മളായിരിക്കുന്ന ഈ ഭൂമിയിൽ ശരിക്ക് എനിക്കിപ്പോൾ 40 വയസ്സായി. ചിന്തിക്കുവാണെങ്കിൽ ജീവിതത്തിന്റെ പകുതി കഴിഞ്ഞല്ലേ? ആലോചിച്ച് എനിക്ക് എൻ്റെ ഇന്നത്തെ ചിന്ത എന്താണ്? ഞാൻ 150 വയസ്സോടെ ജീവിക്കുന്നുള്ളൂ അല്ലേ? എൻ്റെ പ്രവൃത്തി എങ്ങനെയാണല്ലേ? ഞാൻ ജീവിതത്തിന് പകുതി കഴിഞ്ഞു, പക്ഷെ ഇപ്പോഴും എൻ്റെ ചിന്ത എന്താണ്? ഇനി ഞാനൊരു 100 വയസ്സോടെ ജീവിക്കുന്നുള്ളൂ അല്ലേ? എൻ്റെ പ്രവൃത്തി അതാണ് പറയുന്നത്. ഞാൻ അതിനുവേണ്ടിയാണ് ഓടുന്നത്. ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി എന്തേരം ഓടുന്നു. 40 പകുതി കഴിഞ്ഞു, ഇനി പകുതിയും കൂടെ ഉള്ളൂ. ഈ പകുതിയിൽ എപ്പോ വേണേലും യാത്ര അവസാനിക്കാം എന്നുള്ള ചിന്ത എത്ര പേർക്കുണ്ട്? ആ ചിന്തയുള്ളവരാണ് യേശുക്രിസ്തുവിന്റെ ജീവനില്, യേശുക്രിസ്തുവിന്റെ വിശുദ്ധിയില്, യേശുക്രിസ്തുവിന്റെ സൽപ്രവൃത്തിയില് ആയിരിക്കത്തുള്ളൂ. ഇല്ലാത്തവരോ? സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് പണ്ടൊരു ചിന്തയുണ്ടായിരുന്നു. ഞാൻ തുടക്ക സമയത്ത് ഒരു ചിന്ത, എന്തായാലും ഒരു 80 വയസ്സ് വരെ നമ്മൾ ജീവിക്കാം. അപ്പോൾ 70 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ വിശുദ്ധിയിലും ജീവനും സൽപ്രവൃത്തിയായിട്ട് പോയാൽ മതിയിട്ടുണ്ട്. 10 വർഷം അങ്ങനല്ലേ പറഞ്ഞേക്കുന്നത്. കാര്യം എന്താ? കർത്താവ് യേശുവിനോടുകൂടി ക്രൂശിൽ കിടന്ന കള്ളന് ഒറ്റ സെക്കൻഡ് കൊണ്ട്, മരിക്കുന്ന ഒറ്റ സെക്കൻഡ് കൊണ്ട് അവന് സ്വർഗത്തിൽ കയറുന്നത് അല്ലേ? അല്ലേ? എന്ന് ആലോചിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ചിന്ത. അതാണ്, ഞാനും ഒറ്റ സെക്കൻഡ് കൊണ്ട് കയറുന്നതാണ്. പക്ഷെ കർത്താവ് എങ്ങനെ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആ കള്ളനെ പോലെ വരുമെന്ന് തന്നെയല്ല, നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഉറവ് എപ്പോ അടയ്ക്കുന്ന പറഞ്ഞിരിക്കുന്നത്? എടുക്കപ്പെടുന്നതോടെ അടയ്ക്കുകയും ചെയ്യും. നമുക്ക് വെച്ചിരിക്കുന്ന ഉറവ് എന്താണ്? കൃപയുടെ ഉറവയാണ് നമുക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നത് അല്ലേ? അതിൽ നിന്ന് കുടിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ നിത്യജീവനിൽ പ്രകാശിക്കുക. നമുക്ക് വെളിപ്പാട് പുസ്തകം 21:1 മുതൽ 4. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴുകിപ്പോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് മഹാശബ്ദം പറയുന്നതാണ് ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. നമ്മൾ എന്തിനെ കുറിച്ച് കേട്ടെ? പുതിയ ആകാശവും പുതിയ ഭൂമിയിലും ആരോടൊത്ത് വാഴുന്നതിനോട് നമ്മൾ കേട്ടത്? യേശുവിനോടുകൂടി, യേശു രാജാവായി, നമ്മൾ ആരായി? മഹാപുരോഹിതന്മാരായി, ശ്രേഷ്ഠ മന്ത്രിമാരായി വാഴും എന്നാണ് നമ്മൾ കേട്ടത്. ആണോ? അങ്ങനെ വാഴുമോ? അങ്ങനെ അന്ന് വാഴണമെങ്കിൽ ഇന്ന് നീ എങ്ങനെ വാഴണം? യേശു ക്രിസ്തുവിൽ നിന്റെ ശരീരത്തെ ജീവനും വിശുദ്ധിയും. ദൈവത്തിന് പ്രസാദം ഉണ്ടാവണേ എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണോ? ദൈവത്തിന് പ്രസാദം ആവണമെങ്കിൽ എല്ലാ ഞായറാഴ്ചയും 9:30-ക്കും 10 മണിക്കാണ് ആരാധന. 9:30-ക്ക് ഇവിടെ എത്തണം. 12:30 ആകുമ്പോൾ തീരും. പാസ്റ്റർ പോയതിനു ശേഷമേ പോകാൻ പാടുള്ളൂ. അപ്പം എന്തായി? ദൈവത്തിന് പ്രസാദമായി. എല്ലാവരെക്കാളും മുമ്പ് ഇവിടെ വരുന്നു, എല്ലാവരും പോയതിനു ശേഷം പോകുന്നു. പ്രസാദമുള്ളൊരു കാര്യമല്ല ദൈവത്തിന്. ആണോ? മറ്റുള്ളവരുടെ മുമ്പിൽ
കഴിഞ്ഞ ദിവസം ഞാൻ ചെന്നൈ ശരിക്കും ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് നേരെ ചെന്നൈ പോയി. പിന്നെ ഇന്നലെ രാത്രി 11 മണിയായപ്പോൾ തിരിച്ച് ബാംഗ്ലൂരിൽ ഞാൻ വന്നതേ ഉള്ളൂ. ഞാൻ ചെന്നൈ പോയപ്പോൾ ഞാനിങ്ങനെ ഒരു വചനത്തിൻ്റെ കൊട്ടേഷൻ ഇങ്ങനെ കേട്ടു. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ്, മോഹൻലാലോ മമ്മൂട്ടിയോ ഒന്നുമല്ല ഏറ്റവും നല്ല നടന്മാർ. ഏറ്റവും നല്ല നടന്മാരാരാണ്? കർത്താവായ യേശുക്രിസ്തുവിനെ അറിഞ്ഞവരെന്നാണ് പറയുന്നത്. അത് നമ്മുടെ സൽപ്രവൃത്തിയൊക്കെ എവിടെയാണ് തെളിഞ്ഞു വരുന്നത്? ആരാധനയ്ക്ക് വരുമ്പോഴല്ലേ, അല്ലെങ്കിൽ പാസ്റ്ററെ കാണുമ്പോൾ, അതായത് വിശ്വാസിയെ കാണുമ്പോൾ നമ്മുടെ സൽപ്രവൃത്തികൾ തെളിഞ്ഞു വരും, നമ്മുടെ വിശുദ്ധിയും തെളിഞ്ഞു വരും. പിന്നെ ജീവനെ കുറിച്ച് പിന്നെ വേറെ ആർക്കും അറിയത്തില്ലാത്തതുകൊണ്ട് അറിയാവും. എന്നിൽ നിൽക്കുന്ന ജീവൻ ഏതാണെന്ന് ആർക്കറിയാവുന്നേ? എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ അല്ലേ. കർത്താവ് യേശുക്രിസ്തു ടിൻഡോ അതിന് ജീവനോ? എൻ്റെ ജീവനോ? ശരി, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇതേ അറിയുകയുള്ളൂ. പ്രിയ ദൈവമക്കളെ, നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന ചെറിയ തെറ്റുകൾ പോലും നമ്മുടെ സൽപ്രവർത്തികൾക്ക് അല്ലെങ്കിൽ വിശുദ്ധിക്ക് വിഘാതമായിട്ട് നിൽക്കും. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ആരെയാണെന്നുള്ള പൂർണ്ണ ബോധ്യം അല്ലേ, ആ ഉറവ നമുക്ക് വേണ്ടി നിലനിൽക്കുന്ന ഉറവ, അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്ക് മാത്രമേ ആ ഉറവയിൽ നിന്നുള്ള കുടിക്കാൻ പറ്റുള്ളൂ? പിന്നെ ദാവീദ് ഗൃഹത്തിനും ഇസ്രായേൽ മക്കൾക്കും. അതിനു മുമ്പ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ കൃപ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ നന്മ നമ്മൾ എത്രത്തോളം ആസ്വദിക്കുന്നു, നമ്മൾ എത്രത്തോളം അതിനെ നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നു, അതനുസരിച്ചായിരിക്കും ഞാൻ എൻ്റെ യേശുവിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ജീവനെ ഞാൻ ഉൾക്കൊള്ളുന്നത്, ആ വിശുദ്ധിയിൽ ഞാൻ നിലനിൽക്കുന്നത്, അതിനായിട്ടുള്ള സൽപ്രവർത്തികൾ ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ജീവനും വിശുദ്ധിയും സൽപ്രവർത്തികളുമുള്ള ശരീരങ്ങൾ നിങ്ങൾ കർത്താവിന് സമർപ്പിച്ച് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാനും അവിടുത്തെ മക്കളെ തീരുവാനും അദ്ദേഹം നമ്മളെ അനുഗ്രഹിക്കട്ടെ.